എറണാകുളം കോതമംഗലത്ത് കിണറ്റിൽ വീണ കാട്ടാനയെ പുറത്തെത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് തീരുമാനം. ഇന്ന് രാവിലെയാണ് വടക്കുംഭാഗം സ്വദേശി വിച്ചാട്ട് വർഗീസിന്റെ കിണറ്റിൽ ആന വീണത്. പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഡിഎഫ്ഒ വീട്ടുടമയ്ക്ക് നഷ്ടപരിഹാരമായി 1 ലക്ഷം രൂപ നൽകുമെന്ന ഉറപ്പിൽ വിശ്വാസമില്ലെന്ന് MLA ആന്റണി ജോൺ പറഞ്ഞു. പ്രദേശത്ത് ഫെൻസിംഗ് പൂർത്തിയാക്കുമെന്ന് ഉറപ്പ് കിട്ടണമെന്ന് ആന്റണി ജോൺ ആവശ്യപ്പെട്ടു. എറണാകുളം ജില്ലാ കളക്ടർ G. പ്രിയങ്ക സ്ഥലത്തെത്തി. ഇവിടെ കോട്ടപ്പടിയെ സംബന്ധിച്ച് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. കോതമംഗലത്ത് 5 പഞ്ചായത്തുകളിൽ ഏറെയും കുറഞ്ഞും വന്യമൃഗശല്യം ഇന്ന് നിലനിൽക്കുകയാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോ നിരവധി പ്രാവശ്യം നിയമസഭയ്ക്കകത്തും പുറത്തും അതോടൊപ്പം തന്നെ ജില്ലാ വികസന സമിതി പോലുള്ള വേദികളിലുമൊക്കെ ഈ വിഷയങ്ങൾ നമ്മൾ ഉന്നയിക്കുകയും അപ്പൊ അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെന്റ് എന്ന പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് വളരെ കൃത്യമായ ഇടപെടൽ, ആവശ്യമായ ഫണ്ടുകൾ അനുവദിച്ചുകൊണ്ട് ഇന്ന് ചെയ്യാൻ കഴിയുന്ന നിലയിലുള്ള പ്രതിരോധ മാർഗങ്ങൾ, അത് ട്രഞ്ച്, ഹാങ്ങിങ് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള അത്തരം പ്രവർത്തനങ്ങൾ, അതുകൊണ്ട് പൂർണ്ണമായി എന്നല്ല ഞാൻ അവകാശപ്പെടുന്നത്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ആവശ്യമായ ഫണ്ട് അനുവദിച്ചിട്ടും അത് സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നു എന്നുള്ളതാണ് ഞാൻ ഉന്നയിച്ചൊരു ആക്ഷേപം. അപ്പൊ അതേ സംബന്ധിച്ച് ഇവിടെ കൂടിയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നേരത്തെ കഴിഞ്ഞ വർഷമാണ് മുട്ടത്തുപാറയിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായി. അതിന്റെ തുടർച്ചയിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടായതിന്റെ ഭാഗമാണ് അവിടെ ആവശ്യമായ ഫണ്ട് അനുവദിച്ചത്. ആ വർക്ക് എടുക്കാൻ ചില കാലതാമസം ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. എന്നിരുന്നാലും അവിടെ കിണർ പുനർനിർമ്മിച്ചു കൊടുക്കുന്ന കാര്യത്തിനകത്തടക്കം കൃത്യമായി ഇടപെടാൻ വേണ്ടി കഴിഞ്ഞു. അതിന്റെ തുടർച്ചയിലും ഒറ്റപ്പെട്ട നിരവധി സംഭവങ്ങൾ പിന്നീടും ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ ആവശ്യമായ നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തിൽ അത് വനം വകുപ്പ് എന്നുള്ള നിലയിൽ മാത്രമല്ല, ജില്ലാ ഭരണകൂട് വളരെ കൃത്യമായി ഇതിന് കളക്ടർ വന്നിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. നേരത്തെ ഇരുന്ന കളക്ടർ ശ്രീ NS K ഉമേഷ് IAS ഉൾപ്പെടെ വ്യക്തിപരമായ താല്പര്യമെടുത്തും പല വേളയിലും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്നുമൊക്കെ ആവശ്യമായ ഫണ്ട് തുക അവർക്കെല്ലാം കൊടുക്കുന്ന സമീപനമൊക്കെ നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ എനിക്ക് ഉന്നയിക്കാനുള്ള ഒരു വിഷയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഒരുപാട് ഇടപെടലിന്റെയും അല്ലെങ്കിൽ ഒരുപാട് പ്രതിഷേധത്തിന്റെയും നിരന്തരമായി നടത്തിയ ഇടപെടലിന്റെയും ഭാഗമായിട്ടാണ് ഇത്ര വലിയൊരു വർക്ക് ഈ പ്രദേശത്ത് വരുന്നത്. അപ്പൊ അങ്ങനെ വർക്ക് വരുമ്പോൾ അത് സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന കാര്യത്തിനകത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തി എന്നുള്ള ഉറച്ച നിലപാട് തന്നെയാണ് എനിക്ക്. അവരെന്ത് വാദഗതി ഉന്നയിച്ചാലും ഈ കാര്യത്തിനകത്ത് ഗുരുതരമായ വീഴ്ച വന്നിട്ടുണ്ട്. അത് ഇനി അനുവദിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കളക്ടറോട് നേരിട്ട് എത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കൃത്യമായി ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ അത് കളക്ടർ തന്നെ മോണിറ്റർ ചെയ്തുകൊണ്ട് സമയബന്ധിതമായി ഈ പ്രവൃത്തി പൂർത്തീകരിക്കാനായിട്ടുള്ള കൃത്യമായ ഇടപെടൽ കളക്ടറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അതാണ് ഈ ജനങ്ങൾക്ക് വേണ്ടി കോതമംഗലം MLA എന്നുള്ളതിൽ എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. എന്താണ് നിലവിൽ തീരുമാനം? നിലവിലെ തീരുമാനം എന്താണ്? അല്ല, ഇതില് ഓൾറെഡി DFO ഉറപ്പ് തന്നിട്ടുണ്ട്. ഇന്നത്തെ ഒരു കാര്യത്തിൽ പിന്നെ കിണറുടെ ഒരു നഷ്ടപരിഹാരം കൊടുക്കുന്നതിൽ DFOയുടെ ഒരു കാര്യം മുമ്പോട്ട് പോകും. പിന്നെ ഈ സോളാർ ഫെൻസിംഗിന്റെ കാര്യത്തിൽ നമ്മുടെ മോണിറ്ററിംഗ് ഉണ്ടായിരിക്കും. അത് DFOയും ഞാനും പിന്നെ ബഹുമാനപ്പെട്ട MLA എല്ലാവരും ഒരു കൂട്ടിച്ചേർത്ത് നിൽക്കുന്ന ഒരു കാര്യമായിരിക്കും. ഇപ്പോൾ നല്ല കാലാവസ്ഥയുണ്ട്, നമുക്ക് വർക്ക് ഫാസ്റ്റായിട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. താങ്ക് യു. നമുക്ക് അവസാനിക്കാം. ഒരു ഇത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. അല്ല, എല്ലാവരും അതെ അതെല്ലാ കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അല്ല, അതിന്റെ എല്ലാ നടപടികളും നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തതാണ്. അത് നമ്മൾ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ആനയെ ട്രാൻസ്ഫർ ചെയ്യണം. കോടനാട് കൊണ്ടുവന്ന് താമസിപ്പിച്ച് ലേലം ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ കപ്രിക്കാട് അഭയാരണ്യത്തിലേക്ക് ആനയെ മാറ്റണം. ഈ വനത്തിലേക്ക് തിരിച്ചു കയറ്റി വിടരുത്. പ്രതിഷേധം അവസാനിച്ചു.
ഹലോ സിജോ വർഗീസ് വിവരങ്ങൾ നൽകും. സിജോ, നേരത്തെ DFO നൽകിയ ഉറപ്പിൽ നാട്ടുകാർക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജില്ലാ കലക്ടർ അടക്കം സ്ഥലത്തെത്തിയിരിക്കുന്നത്. ആനയെ കരയ്ക്ക് കയറ്റാനുള്ള ശ്രമങ്ങളൊക്കെ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. എന്താണ് ജില്ലാ കലക്ടർ പറഞ്ഞത്? ഇനിയിപ്പോൾ രക്ഷാപ്രവർത്തനം തുടരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ സിജോ? ജെൽസി, പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് ഔദ്യോഗികമായി തന്നെ MLA പറഞ്ഞിരിക്കുന്നു. അതായത് ജില്ലാ കളക്ടർ സ്ഥലത്ത് എത്തണമായിരുന്നു. കൃത്യമായ ഉറപ്പ് വേണം. DFOയുടെ ഉറപ്പിൽ വിശ്വാസമില്ല, വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉറപ്പിൽ വിശ്വാസമില്ല. അവർ പറയുന്ന വാക്ക് വിശ്വസനീയമായി എടുക്കാനാകില്ല. അതുകൊണ്ട് തന്നെ കളക്ടർ നേരിട്ട് സ്ഥലത്തെത്തണമെന്നൊരു ആവശ്യമായിരുന്നു പ്രധാനമായും MLA മുമ്പോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ അതായത് ആനയെ കരയ്ക്ക് കയറ്റാനുള്ള ഈ രക്ഷാപ്രവർത്തനങ്ങൾ രക്ഷാപ്രവർത്തനം തടസ്സപ്പെട്ടിരുന്നു. ആ തടസ്സപ്പെട്ട രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുനരാരംഭിക്കാനുള്ള നീക്കത്തിലാണ് വനം വകുപ്പ്. കാരണം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നു. അതിൻ്റെ ആ ഒരു പ്രതിഷേധം ഈ MLA അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ ഫെൻസിംഗ് സംവിധാനങ്ങൾ, അതായത് സുരക്ഷാ ഫെൻസിംഗ് സംവിധാനം, ഹാങ്ങിങ് ഫെൻസിംഗ് സംവിധാനം അത് നടപ്പാക്കി വരികയാണ്. സർക്കാർ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അതിന് പക്ഷേ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വിലങ്ങുതടി ആയി നിൽക്കുന്നു എന്നുള്ള ഒരു നിലപാട്. കാരണം മുൻ വർഷങ്ങളിലെ ആ സമീപനങ്ങൾ അത്തരത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നിലപാട് എടുത്തത് എന്നാണ് MLA പറയുന്നത്. എന്തായാലും ഇപ്പോൾ കളക്ടർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഏറ്റവും പ്രധാനമായും അതായത് ഇപ്പോൾ ഈ ജില്ലാ കളക്ടറും ഒപ്പം തന്നെ DFOയും ഒരുമിച്ച് തന്നെ ഈ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കും. എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു മോണിറ്ററിംഗ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. എന്തായാലും ഇതുമായി കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അവർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അത്തരത്തിൽ ഒരു തീരുമാനത്തിൽ വന്നതിനെ തുടർന്നാണ് നിലവിൽ ഈ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും ഇനി ഈ ജോലി വൈകാതെ തന്നെ തുടരും. നിരോധനാജ്ഞ പ്രദേശത്ത് തുടരുന്നുണ്ട്. ആളുകളെ ഇവിടുന്ന് പൂർണ്ണമായി മാറ്റും. അതിനുശേഷം കിണറിൽ കിടക്കുന്ന കാട്ടാനയെ അവിടെ നിന്ന് കരയ്ക്ക് കയറ്റാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അതിന് സമാന്തരമായി തന്നെ JCB ഉപയോഗിച്ച് വഴി വെട്ടി ആ ഭാഗത്തേക്ക് വനത്തിലേക്ക് കടത്തിവിടാനുള്ള രീതിയിലേക്ക് ഇപ്പോൾ വഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ വഴി വെട്ടിയ ശേഷം അവിടെ നിന്ന് ഈ ആനയെ ഇവിടെ നിന്ന് ഉൾക്കാട്ടിലേക്ക് തുരത്തും. ഈ സമീപ പ്രദേശം ഇതിന് ഏതാണ്ട് 700 മീറ്ററിന് അപ്പുറത്തേക്ക് സമീപ പ്രദേശമാണ്. എന്തായാലും നമുക്ക് ഒരു കാര്യം കൂടി നോക്കാം. DFO കൃത്യമായൊരു മോണിറ്ററൈസേഷൻ കൃത്യമായ ഒരു മോണിറ്ററൈസേഷൻ ഉണ്ടാകും എന്ന് തന്നെയാണ് DFO വ്യക്തമായിട്ടും പറയുന്നത്. കാരണം ഇനി നടത്തേണ്ടത് ഈ ആനയെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം മണിക്കൂറുകളായി പുലർച്ചെയാണ് ഈ ആനയെ ഈ കിണറിനുള്ളിൽ കണ്ടത്. കാരണം ഇത് എത്രമാത്രം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നതെല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. എത്രയും വേഗം ആനയെ കരയ്ക്ക് കയറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം. അതിലേക്കുള്ള നടപടിക്രമങ്ങൾ നടക്കണം. ഇതിനിടയിലാണ് ജനങ്ങളുടെ ഒരു ആശങ്കയും പ്രതിഷേധവും എല്ലാം ഉണ്ടായത്. തീർച്ചയായും ആനയെ കരയ്ക്ക് കയറ്റുന്നതിനൊപ്പം തന്നെ ജനജീവിതം സുരക്ഷിതമാകണം എന്നുള്ള ആവശ്യവും വളരെ പ്രാധാന്യമുണ്ട്. അത്തരത്തിലൊരു പ്രാധാന്യം ഈ കാര്യത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ആശങ്ക കൂടി കേൾക്കണമെന്നുള്ള ഒരു നിർദ്ദേശം അത് മുമ്പോട്ട് വെച്ചു. അത് ജില്ലാ കളക്ടർ സ്ഥലത്ത് എത്തുകയും ചെയ്തു. ജില്ലാ കളക്ടർ സ്ഥലത്ത് എത്തിയ ശേഷമാണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തിന് ഒരു അയവ് വന്നത്. എന്തായാലും മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൃത്യമായിട്ടുള്ള ഒരു മോണിറ്ററൈസേഷൻ ഉണ്ടാകുമെന്നുള്ള ഉറപ്പിന്മേൽ ഈ രണ്ടാമത് കൂടി ഈ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. JCB ഉപയോഗിച്ച് കിണറിന്റെ ഒരു വശം ഇടിച്ച് അവിടെ നിന്ന് ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള നടപടിയാണ് പ്രധാനമായും സ്വീകരിച്ചിരിക്കുന്നത്. ആളുകളെ ഇവിടെ നിന്ന് മാറ്റി തുടങ്ങിയിട്ടുണ്ട്. ആളുകൾക്ക് ഇവിടെ നിന്ന് മാറ്റം. കാരണം ആന മണിക്കൂറുകളായി രക്ഷപ്പെടാനുള്ള ശ്രമം കിണറിനുള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആന കരയ്ക്ക് കയറി കഴിഞ്ഞാൽ അത് ഏത് വിധേന എങ്ങോട്ട് പോകും എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചെല്ലാം വലിയ ആശങ്കയുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ആളുകളെ ഇവിടെ നിന്ന് മാറ്റണം. എല്ലാവർക്കും ഇവിടെ നിന്ന് മാറാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞു. അതിനുശേഷമായിരിക്കും ഇവിടെ നിന്ന് ആനയെ കരയ്ക്ക് കയറ്റുക. ആനയെ കരയ്ക്ക് കയറ്റി വനം ഭാഗത്തേക്ക് വനത്തിലേക്ക് തുരത്താനുള്ള നടപടികളാണ് നോക്കുക. ആനയെ അവിടെ നിന്ന് വെടിവെച്ച് ശബ്ദമുണ്ടാക്കി ഇവിടെ നിന്ന് ആനയെ അങ്ങോട്ട് മാറ്റാനുള്ള നീക്കമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, സിജോ വർഗീസാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ കോതമംഗലത്ത് കിണറ്റിൽ വീണ കാട്ടാനയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വീണ്ടും ആരംഭിക്കുകയാണ്. ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരുടെ ആവശ്യങ്ങളിൽ ഒരു ഉറപ്പ് നൽകിയതോടുകൂടിയാണ് വീണ്ടും രക്ഷാപ്രവർത്തനത്തിന് കളമൊരുങ്ങുന്നത്.